സെന്റ് മേരീസ് ബസലിക്ക പള്ളിയിൽ വീണ്ടും സംഘർഷം. പ്രതിഷേധക്കാർ ബിഷപ്പ് ഹൌസിന്റെ ഗേറ്റ് പൊളിച്ചു. സമരം ചെയ്ത 21 വൈദികരിൽ 6 പേരെ സസ്പെൻഡ് ചെയ്തു. പ്രതിഷേധക്കാരെ ജില്ലാ കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു. വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോഴും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ തർക്കം തുടരുകയാണോ? സംഘർഷം കൂടുതൽ രൂക്ഷമാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അത് വകവയ്ക്കാതെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ തർക്കം തുടരുകയാണ്. സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. വിഷ്ണു, കേൾക്കാമോ? തിരിച്ചിവിടെ കൊണ്ടിട്ടേ നമ്മുടെ 21 അച്ഛന്മാരെ ഇവിടെ ഇറക്കിയിട്ട് അവർ പൂട്ടിക്കോട്ടെ. കൊച്ചി DCP ചർച്ചകൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു, ഇപ്പോൾ അവിടെ എന്താണ് സ്ഥിതി? വീണ്ടും സംഘർഷഭരിതമാണോ? തർക്കം തുടരുകയാണോ? ജയലക്ഷ്മി, ഈ തർക്കത്തിന് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച തർക്കമാണ്. അതിന് ഒരു അയവും ഇപ്പോൾ വന്നിട്ടില്ല. നേരത്തെ അല്പം മുമ്പ് DCPയും ഇവിടെ എറണാകുളം DCP അശ്വതി ജിജിയും ഇപ്പോൾ ഇവരുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാർക്ക് നേരത്തെ അവർക്ക് കളക്ടറുടെ ഒരു ഫോൺ വിളി വന്നിരുന്നു. ഒരു അരമണിക്കൂറിനകം ഇതിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്, അതുവരെ ഒന്ന് സമാധാനമായി ഇരിക്കൂ എന്നുള്ളൊരു നിർദ്ദേശം ഇവിടെ വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടിനോട് കളക്ടർ നേരിട്ട് വിളിച്ച് പറഞ്ഞതായിരുന്നു. എന്നാൽ അതിനുശേഷവും ഈ ഉന്തും തള്ളും തുടരുന്ന ഒരു സാഹചര്യമാണ്. വൈദികരായിട്ടുള്ളവർ അവിടെ നിന്ന് മാറിയെങ്കിലും ഈ പ്രതിഷേധക്കാരായിട്ടുള്ള വിശ്വാസികൾ ഈ ഗേറ്റിന് മുന്നിലെത്തി, ബിഷപ്പ് ഹൗസിന് മുന്നിലെത്തി അവരുടെ വൈദികരുടെ ഭവനമാണ്, ആ ഭവനത്തിലോട്ട് അവരെ കയറ്റാൻ അനുമതി നൽകണമെന്നുള്ള ഒരു ആവശ്യവുമായി ഇവർ ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടി ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ബിഷപ്പ് ഹൗസിന്റെ മുന്നിലുള്ള ആ ഗേറ്റിന്റെ കമ്പികളെല്ലാം ഇവിടെ ഈ പ്രതിഷേധക്കാരായിട്ടുള്ളവർ ഓരോന്നായി അഴിച്ചു മാറ്റുന്ന ഒരു നിലയിലേക്കും എത്തിയിരുന്നു. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷഭരിതമായി തന്നെ നിലനിൽക്കുകയാണ്. നേരത്തെ നമുക്ക് അറിയാൻ സാധിച്ചത് കളക്ടറുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതായത് കളക്ടർ ഇവരുമായി ചർച്ച നടത്താനായിട്ട് ADMനെ ചുമതലപ്പെടുത്തിയിരുന്നു. ADM ഒരു അരമണിക്കൂറിനകം വരും. അതിനുശേഷം ഈ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളൊരു വിവരമാണ് ഈ പ്രതിഷേധക്കാരോടും അതുപോലെ തന്നെ വൈദികരോടും അറിയിച്ചിരുന്നത്. എന്നാൽ ഈ കളക്ടർ വന്ന് ചർച്ച നടക്കേണ്ട, അതായത് ഇവർക്ക് കയറാനായിട്ട് ഈ വൈദികരുടെ ഒരു ഭവനമാണ്, അപ്പോൾ കളക്ടർ അതിൽ ചർച്ച നടത്തേണ്ട, ഇവർക്ക് തുറന്നു കിടക്കണമെന്നുള്ളൊരു ആവശ്യവുമായി പ്രതിഷേധക്കാർ കൂടുതൽ രോക്ഷാകുലരായി തന്നെ ഈ ബിഷപ്പ് ഹൗസിന്റെ മുന്നിലെ ഗേറ്റിലോട്ട് എത്തുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു സംഘർഷവും ഉന്തും തള്ളും ഉണ്ടായിരുന്നു. ഗേറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി, അതുപോലെ തന്നെ കയറിട്ട് കെട്ടിവലിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായി. ഗേറ്റിന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാകും. ആ ഗേറ്റിന്റെ ഏകദേശം മുന്നിലുള്ള കമ്പികളെല്ലാം ഈ പ്രതിഷേധക്കാരായി ഓരോന്നായി അഴിച്ചെടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ DCP ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്നാലും സ്ഥലത്ത് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ എന്തു വന്നാലും ഇതിലൊരു തീരുമാനമുണ്ടാക്കും. എത്ര സമയം പോയാലും ഇന്ന് മൊത്തം ഇതിനായി തന്നെ അവർ ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ള ഒരു തരത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചുകൊണ്ടുള്ള ഒരു സംഭവവികാസങ്ങൾ ഉണ്ടായത്. ഇന്ന് രാവിലെ 21ഓളം വരുന്ന വൈദികർ ഇവിടെ ഈ സത്യാഗ്രഹം ഇരിക്കുന്നുണ്ടായിരുന്നു ബിഷപ്പ് ഹൗസിന് മുന്നിൽ. അവരെ ഇന്ന് രാവിലെ പോലീസ് എത്തി നീക്കം ചെയ്യുന്നതോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ഈ സമരം ചെയ്ത 21 വൈദികരിൽ 6 പേരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ ഇത്തരത്തിൽ സഭയ്ക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി ഈ സമരം ചെയ്യരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം ഉണ്ടായിട്ടും അവർ തുടർന്നു എന്നുള്ള കാരണത്താൽ തന്നെ 6 പേരെ ഇവരിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വൈദിക വൃത്തിയിൽ നിന്നും. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ നിലവിൽ തുടരുന്ന ഒരു സ്ഥാപനത്തിലും അതുപോലെ തന്നെ പള്ളിയുടെ ചുമതലയുള്ള വൈദികരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നെല്ലാം ഇവർ ഒരു തരത്തിലും പിരിഞ്ഞു പോകില്ല എന്ന് പറയുമ്പോൾ, അതായത് സമവായ ചർച്ചകൾക്കൊക്കെ ക്ഷണിക്കുമ്പോഴും തങ്ങൾക്കൊന്നും കേൾക്കണ്ട എന്നായിരുന്നു രാവിലെയും പറഞ്ഞത്. പോലീസ് ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും പോലീസ് തങ്ങൾക്ക് പറയാനുള്ളത് പറയുമ്പോഴും ഒന്നും കേൾക്കേണ്ടതില്ല, കള്ളത്തരം ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന തരത്തിലായിരുന്നു പറഞ്ഞത്. ഇപ്പോഴും അവർ അങ്ങനെ തന്നെയാണോ? ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും വരില്ല എന്ന് തന്നെയാണോ അവരുടെ നിലപാട്?
ഇവരുടെ ഒരു നിലപാട് ഇവർക്ക് ചർച്ചകൾക്ക് വരാം, ചർച്ചകൾ എന്നാൽ നടത്തേണ്ടത് പോലീസുമായിട്ടല്ല, അല്ലെങ്കിൽ കളക്ടറുടെ നേതൃത്വത്തിലല്ല. ഇവർക്ക് ചർച്ചയ്ക്ക് ഇവർ തയ്യാറെടുക്കുന്നത് ഈ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവോ അല്ലെങ്കിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിലുള്ള ചർച്ചയ്ക്ക് മാത്രമാണ് ഇവർ തയ്യാറാകൂ എന്നുള്ളൊരു നിലപാടാണ് ഈ പ്രതിഷേധക്കാർ ആവർത്തിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. നേരത്തെ കഴിഞ്ഞ 3 ദിവസമായി ഇവർ തുടരുന്ന ഒരു സത്യാഗ്രഹം അല്ലെങ്കിൽ പ്രാർത്ഥനാ യജ്ഞത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് ഈ മേജർ ആർച്ച് ബിഷപ്പുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു അവർ ഇത്തരത്തിൽ ഈ ഒരു സത്യാഗ്രഹം നടത്തിയത്. എന്നാൽ അതിന് പോലും തയ്യാറാകാത്ത ആർച്ച് ബിഷപ്പും അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്ററും ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത് എങ്ങനെയാണ്, ഞങ്ങളും ചർച്ചയ്ക്ക് തന്നെയാണല്ലോ വന്നിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസ് അടക്കമുള്ള വലിയ സേന ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. DCPയുടെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ പള്ളിയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയാണ്. സമരം ചെയ്ത 21 വൈദികരിൽ 6 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രതിഷേധക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു, എന്നാൽ അതിനൊന്നും തയ്യാറാകാത്ത തരത്തിലാണ് അവരുടെ പ്രതിഷേധം. വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.